തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ 2 മനോഹരമായ പ്രതീകങ്ങൾ ആവർത്തിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രതീകം ജെറൂസലേമാണ്. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ജെറൂസലേം അവരുടെ മതപരവും വിശ്വാസപരവുമായ കേന്ദ്രമായിരുന്നുവല്ലോ. വിശുദ്ധ ലൂക്ക തൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ സക്കറിയാസിന് ആരാധനയ്ക്കായി നറുക്ക് വീഴുന്നതും ആരാധന അർപ്പിക്കുവാൻ ജെറൂസലേം ദേവാലയത്തിൽ ആയിരിക്കുന്നതും അവിടെ ഉണ്ടാകുന്ന ദർശനവുമായി ബന്ധപ്പെടുത്തിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലൂക്കയുടെ സുവിശേഷത്തിൽ അവസാന അധ്യായത്തിലും ജെറൂസലേമിലേക്ക് എല്ലാവരും മടങ്ങി വരുന്നതായി അവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ടും ആയിരിക്കുന്നതുമായ സംഭവങ്ങൾ വിവരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളും പ്രധാനമായും ജെറൂസലേം കേന്ദ്രമായിട്ടുള്ള സംഭവങ്ങളെ അവതരിപ്പിക്കുന്നതായിട്ട് കാണാം. സഭ ആരംഭിക്കുന്നതും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് പ്രചരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ജെറൂസലേമുമായി ബന്ധപ്പെടുത്തിയാണ് എന്ന് വിശുദ്ധ ലൂക്ക അപ്പോസ്തല പ്രവർത്തനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നതുപോലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ജെറൂസലേം വളരെ പ്രധാനപ്പെട്ടതാണ്. ജെറൂസലേം പ്രതീകാത്മകമായി ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്ന വിശുദ്ധമായ ഇടമാണ് ജെറൂസലേം. ഇത് ദൈവസമ്പർക്കത്തിൻ്റെ സന്തോഷത്തിൻ്റെ മുഹൂർത്തങ്ങൾ ചാലിക്കുന്നതിന് കാരണമായിട്ടുമാണ്. അതുകൊണ്ട് തന്നെ ജെറൂസലേമിലെ ദൈവ സാന്നിധ്യം ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവിക അനുഗ്രഹ സാന്നിധ്യത്തിൻ്റെ സന്തോഷ നിമിഷങ്ങൾ മനസ്സിനെ ഉണർത്തുന്നതിന് കാരണമാകും. 2-ാമത്തെ പ്രതീകമായി ലൂക്ക അവതരിപ്പിച്ചിരിക്കുന്നത് വിരുന്നാണ്. ഏകദേശം 50ഓളം സന്ദർഭങ്ങളിൽ വിരുന്നുമായി ബന്ധപ്പെടുത്തി യേശുവിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ വിരുന്നുകളിലെല്ലാം യേശുനാഥൻ സന്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതായും ജനങ്ങളുമായി സംവദിക്കുന്നതായിട്ടും നാം കാണുക. യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സന്ദേശങ്ങളിലെ പ്രധാനപ്പെട്ട ആശയം അവിടുന്ന് അവതരിപ്പിക്കുന്നതൊക്കെ തൻ്റെ ഈ ജെറൂസലേം യാത്രയുമായി ബന്ധപ്പെട്ടാണ്. ലൂക്കായുടെ സുവിശേഷം പ്രധാനമായിട്ടും യേശുക്രിസ്തു ജെറൂസലേം ദേവാലയത്തിലേക്ക് പെസഹ മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ പോകുന്ന രീതിയിലാണല്ലോ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഞായറാഴ്ചകളിലെ വായനകളൊക്കെയും ജെറൂസലേം ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ അവിടുന്ന് ശിഷ്യത്വവുമായി ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങളാണ്. ഇപ്രകാരം ഇന്നത്തെ സുവിശേഷത്തിൽ വിരുന്നുമായി ബന്ധപ്പെട്ട 2 ഉപമകളാണ് യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന് വിരുന്ന് നൽകുന്ന ആതിഥേയനുമായി ബന്ധപ്പെടുത്തി, 2-ാമത് വിരുന്ന് സ്വീകരിക്കുന്നവരെയും ബന്ധപ്പെടുത്തി. 1-ാമത്തെ ഉപമയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കാണുന്നത് വിരുന്നൊരുക്കുന്ന ആതിഥേയൻ്റെ മനോഭാവമാണ്. വിരുന്നൊരുക്കുന്ന ആതിഥേയനെ സംബന്ധിച്ചിടത്തോളം താൻ വിരുന്നൊരുക്കുന്നത് മറ്റുള്ളവരെ ആദരിക്കുന്നതിനേക്കാളുപരിയായി തനിക്ക് ആദരവും ബഹുമാനവും കിട്ടുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് യേശുക്രിസ്തു ഇവിടെ വിവക്ഷിക്കുന്നത്. ആതിഥേയനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ആദരവ് കിട്ടുവാനായി സമൂഹത്തിലെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരെയാണ് കൂടുതലായി വിളിക്കുന്നത്. തൻ്റെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി മേൽക്കോയ്മയുള്ളവരുമൊക്കെയാണ് ഈ വിരുന്നിന് പങ്കാളികളാകുവാൻ വേണ്ടി അദ്ദേഹം ക്ഷണിക്കുന്നത്. സമൂഹത്തിൽ അപ്രകാരം സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി ഉന്നതരായ ആളുകളെ വിളിക്കുമ്പോൾ അത്യന്തികമായി ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നത് വിരുന്നൊരുക്കുന്ന ആതിഥേയൻ തന്നെയാണ്. അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ മാന്യതയും സ്വീകാര്യതയും കിട്ടുവാൻ വേണ്ടി തനിക്ക് തത്തുല്യമായ ആളുകളെ വിരുന്നിന് ക്ഷണിച്ചുകൊണ്ട് അവരിലൂടെ തനിക്ക് ആദരവും ബഹുമതിയും സമ്പാദിക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം വിരുന്നൊരുക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ഇവിടെ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം, ഈ വിരുന്നിനായി വിളിക്കേണ്ടത് ഇപ്രകാരം സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി അല്ല, മറിച്ച് സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് എന്നുള്ളതാണ്. അവിടുന്ന് പറയുന്നത് ഒന്നാമതായി ദരിദ്രരെ ക്ഷണിക്കണമെന്നാണ്. ദരിദ്രർ എന്ന് പറയുന്നത്
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അന്നൊന്നു വേണ്ട ആഹാരം കണ്ടെത്തുന്നതിന് പെടാപ്പാടുപെടേണ്ടത് അത്യന്താവശ്യമാണ്. ജീവിതത്തിൻ്റെ ഭാരവുമായി നെട്ടോട്ടമോടുന്ന ഈ പാവപ്പെട്ടവർ ഒരർത്ഥത്തിൽ ആശ്രിതരാണ്. സാമ്പത്തികമായും സാമൂഹികമായും അവർ പിന്നോക്കത്തിൽ നിൽക്കുന്നവരാണ്. അവരെ വിരുന്നിന് ക്ഷണിക്കണമെന്ന് കർത്താവ് പറയുമ്പോൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് മാന്യത കിട്ടാത്ത ഇപ്രകാരമുള്ള ആളുകളെയും ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നതുകൊണ്ട് ദൈവരാജ്യത്തോട് ചേർത്ത് നിർത്തണമെന്ന് അവിടെ നിന്ന് ആവശ്യപ്പെടുകയാണ്. അതുവഴി ദൈവരാജ്യത്തിൽ ഈ ആതിഥേയനും പങ്കാളിയായിട്ട് മാറുന്നു, ബഹുമാനിതനായിട്ട് മാറുന്നു എന്നുള്ളതാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വിവക്ഷ. രണ്ടാമത് അവിടെ നിന്ന് ക്ഷണിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അംഗവൈകല്യമുള്ളവരെയാണ്. അംഗവൈകല്യമുള്ളവർ സ്വാഭാവികമായിട്ടും ശേഷി കുറഞ്ഞവരാണ്. അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ അതിൻ്റെ തനിമയിലും പൂർണ്ണതയിലും ചെയ്യാൻ കഴിഞ്ഞൊന്നു വരികയില്ല. അവരുടെ ശേഷിക്കുറവ് പരിഹരിക്കുന്നത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ്. വിരുന്നൊരുക്കുന്ന വിരുന്നുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ക്ഷണിക്കേണ്ടത് ഇപ്രകാരം ശേഷിയില്ലാത്ത ആളുകളെ ശേഷി കൊടുക്കുവാൻ വേണ്ടിയായിരിക്കണം. അങ്ങനെയുള്ളവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് അവരെയും സമൂഹത്തിൻ്റെ പ്രധാന പങ്കാളികളാക്കണമെന്നുള്ളതാണ് കർത്താവ് യേശുക്രിസ്തു ഇവിടെ നിരീക്ഷിക്കുന്നത്. മൂന്നാമത് അവിടുന്ന് ആവശ്യപ്പെടുന്നത് മുടന്തരായ മനുഷ്യരെ ഈ വിരുന്നിലേക്ക് ക്ഷണിക്കണമെന്നാണ്. മുടന്തർ എന്ന് പറയുന്നത് നടക്കുവാൻ പാടില്ലാത്തവരാണ്, നടനശേഷിയില്ലാത്തവരാണ്, ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഓടിയെത്തുവാൻ കഴിയാത്തവരാണ്. അവർക്ക് സ്വന്തം കാലം നിൽക്കുവാനുള്ള സാഹചര്യമില്ല. സ്വന്തമായി നിൽക്കുവാനോ നിലനിൽപ്പോ ഇല്ലാത്ത പുറമ്പോക്കിൽ ജീവിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുവാൻ അവർക്കും അവകാശമുണ്ട്. ജീവിക്കുവാൻ അവർക്കും അവകാശമുള്ളതുകൊണ്ട് അവരെയും സമൂഹത്തിൻ്റെ മാന്യമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന് ബഹുമാനിതരാക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പക്ഷം. കാരണം ദൈവരാജ്യത്തിൽ എല്ലാവർക്കും ഇടമുണ്ട് എന്നുള്ളതാണ്. യഹൂദ കാഴ്ചപ്പാടനുസരിച്ച് ദൈവരാജ്യത്തിൽ ഇടമുള്ളത് ഉയർന്ന വംശത്തിലും വർഗത്തിലും പെട്ടവരാണ്. എന്നാൽ വികലാംഗരും ദരിദ്രരും മുടന്തരും ആയ ആളുകളൊക്കെ ദൈവരാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവരാണ്. എന്നാൽ യേശുവിൻ്റെ ദൈവരാജ്യക്രമത്തിൽ എല്ലാവരും പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് അവസാനം പറയുന്നത് അന്തരമായി ബന്ധപ്പെട്ട കാര്യമാണ്. കുരുടനെയും ഈ വിരുന്നിലേക്ക് ക്ഷണിക്കണമെന്ന്. കുരുടർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജീവിതത്തിൽ അന്ധത ബാധിച്ചവരായിരിക്കാം, ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടില്ലാത്ത മനുഷ്യരായിരിക്കാം, അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവരായിരിക്കാം, ലഹരിയുടെ മൂർധന്യതയും പ്രകാശം നിഷേധിക്കപ്പെട്ടവരായിരിക്കാം. അതുകൂടാതെ ഒരുപക്ഷെ അധാർമികമായ ജീവിതത്തിൻ്റെ കൂത്തരങ്ങൾ ജീവിച്ചുകൊണ്ട് സത്യത്തിൻ്റെ വെളിച്ചം നിഷേധിക്കപ്പെട്ടവരാണ്. ഏകാന്തതയുടെ തടവിൽ കഴിഞ്ഞുകൊണ്ട് ദുഃഖമായ ജീവിത മുഹൂർത്തങ്ങളെ സ്വയം വരച്ചവരായിരിക്കാം. അതുമല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെയോ പ്രായാധിക്യത്തിൻ്റെയോ പ്രയാസങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരായിരിക്കും. ഇപ്രകാരം സമൂഹത്തിൽ ഒറ്റപ്പെട്ട് അന്യവൽക്കരിക്കപ്പെട്ട് ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട മനുഷ്യരെയും ക്ഷണിച്ചുകൊണ്ട് അവരെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ യേശുക്രിസ്തു ആവശ്യപ്പെടുന്നു. ദൈവരാജ്യത്തിൻ്റെ മഹത്വവും ബഹുമതിയും ആർജിച്ചെടുക്കുവാൻ യേശുക്രിസ്തു മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മാർഗം ഇപ്രകാരം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ചേർത്തണച്ച് അവരെയും ജീവിതത്തിൻ്റെ വിരുന്നിലേക്ക് പ്രവേശിപ്പിക്കണമെന്നാണ്. നമ്മുടെ ജീവിതമാകുന്ന വിരുന്നിൽ അവർക്ക് പ്രവേശനം കൊടുത്തുകൊണ്ട് അവർ ആർക്കും അന്യരല്ല എന്നുള്ള തിരിച്ചറിവ് പ്രദാനം ചെയ്യുമ്പോഴാണ് നാം ദൈവത്താൽ ബഹുമാനിതരാകുന്നത്. ആ ബഹുമാനമാണ് ദൈവരാജ്യത്തിൽ മുഖ്യസ്ഥാനത്തിലേക്ക് നമ്മെ ആനയിക്കുന്നത് എന്ന പക്ഷം. വിരുന്നുമായി ബന്ധപ്പെട്ട് യേശു പറയുന്ന രണ്ടാമത്തെ ഉപമ വിരുന്നിന് ക്ഷണം സ്വീകരിച്ച് അതിഥികളായി എത്തുന്നവരെ സംബന്ധിച്ചാണ്. വിരുന്നിന് അതിഥികളായി എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ വിരുന്നിൽ ഏറ്റവും കേമന്മാരെന്ന് കരുതാൻ പാടില്ല. വിരുന്നിന് ക്ഷണിക്കുന്ന ആതിഥ്യപരവുന്നവനാണ് ആരാണ് പ്രമുഖനെന്നും ആരല്ല പ്രമുഖരെന്നും തീരുമാനിക്കുന്നത്.
വിരുന്നനായി വരുന്ന ഓരോ വ്യക്തിയുടെയും പ്രാധാന്യവും മഹത്വവും നിർണ്ണയിക്കുന്നത് ആതിഥ്യമരുളുന്ന ആളിൻ്റെ മനോഭാവം അനുസരിച്ചാണ്. ആ മനോഭാവത്തെ മറന്നുകൊണ്ട് ആതിഥ്യം സ്വീകരിച്ച് കടന്നു വരുന്ന അതിഥികൾ ഏറ്റവും ശ്രേഷ്ഠരാണ് തങ്ങളെന്ന് വിചാരിക്കുന്നത് സ്വാഭാവികമായിട്ടും നിരർത്ഥകമാണ് എന്നേശു പറയും. നാം വെറും താൽക്കാലികമായി എത്തുന്ന വിരുന്നുകാരാണെന്ന്, നമ്മുടെ അസ്തിത്വം അവിടെ താൽക്കാലികമാണെന്നും അതുകൊണ്ട് തന്നെ അവിടുത്തെ മഹത്വം നമ്മെ ആശ്രയിച്ചല്ല എന്നും നമ്മെ ക്ഷണിക്കുന്ന ആളുകളെ ആശ്രയിച്ചാണെന്നുള്ള ഒരു മനോഭാവം നാം നേടിയെടുക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആതിഥ്യമരുളുന്ന ആ മനുഷ്യന് നമ്മെ ബഹുമാനിക്കാനാവുകയുള്ളൂ. മറിച്ച് നാം സ്വയം അഹങ്കരിച്ചുകൊണ്ട് ഞാനാണ് കേമനെന്ന് മുന്നിലേക്ക് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാം ഒരുപക്ഷെ ഉയർത്തപ്പെടുവാനും പിന്നോക്കം തള്ളപ്പെടുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. യുഗാന്തി വിരുന്നിന് കർത്താവ് വിരുന്നൊരുക്കുമ്പോൾ നാം ഓരോരുത്തരും വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടാൻ യോഗ്യത നേടുന്നത് വിരുന്നൊരുക്കുന്ന ആതിഥ്യനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം അനുസരിച്ചാണ്. എൻ്റെയും എൻ്റെ സ്വാർത്ഥപരമായ മനോഭാവത്തെയും ആശ്രയിച്ചല്ല. എൻ്റെ സ്വാർത്ഥപരമായ മനോഭാവം വെടിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മനോഭാവം സ്വന്തമാക്കി അവിടുത്തെ മുമ്പിൽ എളിമപ്പെടുവാനും അവിടുത്തെ മുമ്പിൽ സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് അവനാണ് എന്നെ സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിന് സർവസ്വവും അർത്ഥപൂർണമാക്കുന്ന രക്ഷകൻ എന്നുള്ള തിരിച്ചറിവ് ഇവിടെ അനിവാര്യമാണ്. ദൈവം എന്നെ സംബന്ധിച്ചിടത്തോളം സർവസ്വമാണ് തിരിച്ചറിഞ്ഞ് അവിടുത്തെ മുമ്പിൽ ഞാൻ അടിയോറോ പറയുമ്പോൾ എൻ്റെ ജീവിതം നിസ്സാരമാണെന്ന്, നിസ്സാരമായ എൻ്റെ ജീവിതം അവിടുത്തെ മുന്നിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാത്രമേ സമ്പൂർണ്ണമാകും എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുക. ഈ തിരിച്ചറിവാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മെ നയിക്കേണ്ടത്. അഹങ്കാരത്തിൻ്റെ സ്വാർത്ഥതയുടെ മൂടുപടം ഉപേക്ഷിച്ചു നിസ്സാരനും ഒന്നുമില്ലാത്തവരുമാണ് നാം എന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവത്തിന് മുമ്പിൽ വിനയാന്യതരാകുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നത്.